ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ എങ്ങനെയാ വിളിയേക്ക? വിളി പറ, മറുപടി പറ. എന്തോ അല്ലേ? ടീച്ചറിന്റെ കുഞ്ഞുമക്കളാണോ? സുഖാണോ? സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണ്, എനിക്ക് സുഖമാണ്. കേട്ടാ? അങ്ങനെ വേണം പറയാനായിട്ട്. നമുക്ക് പുതിയൊരു അക്ഷരത്തിലേക്ക് കടന്നാലോ? ക്ലാസ്സിൽ പുതിയൊരു അക്ഷരത്തിലേക്ക് കടന്നാലോ? നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞേ. സ്വരാക്ഷരങ്ങൾ. ഓക്കെ, നമ്മൾ എവിടെ വരെ പഠിച്ചു സ്വരാക്ഷരങ്ങള്? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഏ. അവിടം വരെ നമ്മൾ അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഏതക്ഷരമായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഓർഡറിൽ നമ്മൾ പറയുമ്പോൾ ഏതക്ഷരാണ്? പറ, കേക്കട്ടെ. നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നല്ലോ സ്വരാക്ഷരം ഒരു ക്ലാസ്സിൽ, ഇല്ലേ? പറഞ്ഞിരുന്നു ടീച്ചർ. എല്ലാ ക്ലാസ്സിലും ടീച്ചർ സ്വരാക്ഷരങ്ങൾ പറയുന്നുണ്ട് ഓർഡർ അനുസരിച്ച്. അപ്പം അടുത്തത് ഏതായിരിക്കും? ഐ. ഏതാണ്? ഐ എന്ന് പറഞ്ഞേ. ഐ. ഏ, കഴിഞ്ഞ് ഐ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എഴുതുന്നത് എങ്ങനെയാണ്, ടീച്ചറിൻ്റെ കൈ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. പറയാൻ പഠിക്കുന്ന പോലെ തന്നെ എഴുതാനും പഠിക്കാം. നോക്കാം കേട്ടോ. കണ്ട, ഇതാണ് ഐ. ഓക്കെ, ടീച്ചർ ഒന്നും കൂടെ എഴുതാം. ഇങ്ങനെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഇതാണ് ഐ. ടീച്ചർ എന്ത് പെട്ടെന്ന് എഴുതിയല്ലേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നമ്മൾ എ പഠിച്ചിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അത് നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചില്ലേ? മനസ്സിൽ തറവായില്ലേ? അത് മനസ്സിൽ പതിഞ്ഞില്ലേ കൃത്യമായിട്ട്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐയിലേക്ക് പോകാം. എളുപ്പമാണ്. ഒരൊറ്റ കാര്യം ഇതിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഐ എന്നത് പഠിക്കാനായിട്ട്. നോക്കട്ടാ. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എ പഠിച്ചു. പഠിച്ച എ നമ്മൾ ഇങ്ങനെ എഴുതി. ഇത് എ ആണ് അല്ലേ? ഇതിൻ്റെ ഇടത് സൈഡിൽ ഇവിടെയായിട്ട്, ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം? ഈ ചിഹ്നം കൊടുത്തു കഴിയുമ്പോൾ ഇത് ഏത് അക്ഷരമായി മാറും? ഐ. കണ്ടോ? എ എഴുതുക, ഈ ചിഹ്നം ഇവിടെ കൊടുക്കുക. അപ്പൊ ഇതെന്തായി? ഐ എന്ന അക്ഷരമായി ഇത് മാറി. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? പറ, എളുപ്പമാണോ? എളുപ്പമാണോ? എങ്ങനെയാ പറയണ്ടേ? എളുപ്പമാണ്. എളുപ്പമാണോ? എളുപ്പമാണ്. ഒന്നുകൂടെ എഴുതാം. ഐ എഴുതുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എ പഠിച്ചു. എ നമ്മൾ എഴുതി. എ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ തൊട്ടിപ്പുറമായിട്ട് ഈ ഒരു ചിഹ്നം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് ഏതക്ഷരമായി? ഐ. ഏതക്ഷരമാണ്? ഐ എന്ന് പറഞ്ഞേ. ഐ. സ്വരാക്ഷരങ്ങളിൽ നമ്മളിപ്പോൾ ഐ വരെ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ഒന്നും കൂടെ എഴുതാം.
ശ്രദ്ധിക്കണം കേട്ടാ. എ എഴുതാൻ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം എളുപ്പമാണ്. കണ്ട, എ എഴുതി. ശേഷം എന്ത് ചെയ്യണം? ഇവിടെ ഒരു ചിഹ്നം കൊടുക്കുക. അപ്പം അതെന്തായി മാറി? ഇത് ഒരുമിച്ചാണ് എഴുതുന്നത് കേട്ടാ. ഇത് ഒരുമിച്ചാണ് എഴുതുന്നത്. ഐ എന്ന് പറയണമെങ്കിൽ ഈ ചിഹ്നം എയുടെ കൂടെ ഈ ചിഹ്നം വേണം. എന്നാലാണ് ഐ എന്ന് പറയുള്ളൂ. മനസ്സിലായോ? എ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഈ ചിഹ്നം ചേർക്കണം. അപ്പോഴാണ് ഐ എന്ന് ഈ അക്ഷരത്തെ മുഴുവനായും പറയുള്ളൂ. കിട്ടിയോ? ഒന്നും കൂടെ എഴുതാം. എ ആദ്യം എഴുതുക. അതിന് ശേഷം ഇപ്പുറം ഈ ചിഹ്നം കൂടെ എഴുതുക. ഇതെന്തായി? ഐ. ഓക്കെ. അപ്പൊ ഐ എഴുതാൻ പറഞ്ഞ നിങ്ങൾ എങ്ങനെ എഴുതും? ചിഹ്നം എഴുതുക, എന്നിട്ട് എ എഴുതുക. ഇതെന്താണ്? ഐ. ഏതക്ഷരമാണ് ഇപ്പൊ പഠിച്ചത്? ഐ. ഒന്ന് പറഞ്ഞേ. ഐ. എളുപ്പമല്ലേ? നമ്മളപ്പോൾ 3 അക്ഷരങ്ങൾ ഒരേപോലെ വരുന്നത് പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്ന് എഴുതി നോക്കാം. എ എ ഐ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എ എ, ഇപ്പം പഠിച്ച ഐ, 3 കൂടെ എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നും. എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവും. എളുപ്പമായിട്ട് പഠിക്കാനും പറ്റും. നോക്കിക്കോളൂ കേട്ടോ. ഇതെന്താണ്? ഇതേതക്ഷരമാണ്? എ. അടുത്തത് ഇതേതക്ഷരമാണ്? ഉറക്കെ പറ, കേക്കട്ടെ ടീച്ചർ. എ. ഓക്കെ. ഇതേതക്ഷരമാണ്? ഐ. കണ്ടോ വ്യത്യാസം? കണ്ടോ? ഇത് എ, ഇത് എ, ഇതേതാണ്? ഐ. കണ്ടോ? 3 അക്ഷരവും ഏകദേശം ഒരുപോലെ വരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായോ? അതേപോലെ അത് പറയുന്നതിലും വ്യത്യാസമുണ്ട്. ഇത് എ, ഇത് എ, ഇത് ഐ. മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരണം. ഇനി 4 അക്ഷരം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ? 5 അക്ഷരം കൂടി പഠിക്കാനുള്ളൂ. 5 അക്ഷരം. അതോട് കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അവസാനിക്കും. അപ്പോൾ വലിയ മിടുക്കന്മാരും മിടുക്കികളായിട്ട് മാറി അല്ലേ? കുഞ്ഞക്ഷരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ പഠിച്ച് പഠിച്ച് വലിയ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കും, ചില്ലുകൾ പഠിക്കും, ചിഹ്നങ്ങൾ പഠിക്കും അല്ലേ? എന്നിട്ട് അക്ഷരങ്ങൾ, വാക്കുകൾ, വാക്യങ്ങളൊക്കെ കൂടുതൽ നന്നായിട്ട് വായിക്കാനും പറയാനും ഒക്കെ പഠിക്കും. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. പഠിച്ചിട്ട് വരണം, മറക്കരുത്. ഓക്കെ. ശുഭദിനം.